നമസ്കാരം. കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്ത ഒരു കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ, പൾസർ സുനി തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതിൽ പ്രതികളായി വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം ഇന്ന് മാധ്യമങ്ങൾ വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട്. അതായത് ഡിസംബർ 8 ഇതുമായി ബന്ധപ്പെട്ട, അതായത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി കോടതി പുറപ്പെടുവിക്കും എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വിഷയം ഒരുപാട് ചർച്ചയാകുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചും ഇതിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നും പോകുന്നില്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന, വിധി പ്രസ്താവിക്കാൻ പോകുന്ന ഒരു കേസിന്റെ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ അന്തരിച്ച മുൻ MLA കൂടിയായ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് PT തോമസ്, അദ്ദേഹമാണ് അന്ന് ഈ പെൺകുട്ടിയുടെ, ഈ നടിയുടെ രക്ഷയ്ക്കെത്തിയത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ഉമാ തോമസ് MLA പ്രതികരിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അത് ഒന്ന് കരുതേണ്ട ഒരു പ്രതികരണമാണ്. ഇത് ഒന്ന് ചർച്ച ചെയ്യേണ്ട പ്രതികരണമാണ്. അതായത് ഈ വിഷയത്തിൽ PT തോമസിനെ പല രീതിയിൽ സ്വാധീനിക്കാൻ പലരും ശ്രമിച്ചു. ആരാണ് എന്നുള്ള കാര്യം തനിക്കറിയാം, പക്ഷേ താനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യമാണ് ഉമാ തോമസ് പറയുന്നത്. ആരാണ് PT തോമസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്? ഈ ചോദ്യമാണ് കേരളം സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ഉയരാൻ പോകുന്നത്. അവർ വെളിപ്പെടുത്താത്തിടത്തോളം കാലം നമ്മൾക്ക് അത് ആരാണെന്ന് അറിയാൻ പറ്റില്ല, ആരാണെന്ന് പറയാനും പറ്റില്ല. ഈ കേസിൽ ഉൾപ്പെട്ടവരാണോ അല്ലാത്തവരാണോ, അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഡിസംബർ 8 വിധി വരികയാണ്. വലിയ സന്തോഷമുണ്ട് എന്നാണ് ഉമാ തോമസ് പ്രതികരിച്ചത്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. PT ആ ദിവസത്തെ അവർ ഓർത്തെടുത്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. വീട്ടിലൊന്ന് കിടന്നയുടനെ ഒരു ഫോൺ വന്നു. ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സാധാരണ പറയാറുണ്ട്, പക്ഷെ അന്ന് അത്യാവശ്യ കാര്യമാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ പോവുകയും പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വളരെ അസ്വസ്ഥനായി തന്നെയാണ് PT തോമസിനെ കണ്ടത് എന്നുള്ള കാര്യമാണ് ഉമാ തോമസ് പറയുന്നത്. സ്വന്തം മകൾക്ക് സംഭവിച്ചതിന്റെ വേദനയാണ് പിന്നീട് PT കണ്ടത്. അന്ന് അതിരാവിലെ തന്നെ ആലപ്പുഴയ്ക്ക് പോയി. PT അപ്പോൾ തന്നെ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ വ്യക്തമായൊരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണോ, വ്യക്തിപരമാണോ, സാമ്പത്തികമാണോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നില്ല. എന്തൊക്കെയായാലും PT തോമസ് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ആര് എന്ന കാര്യത്തിൽ അത് വ്യക്തമാക്കാൻ ശ്രീമതി ഉമ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ പിന്നെ അത് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഒരുപാട് ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ, പല തരത്തിൽ, ഇത് കുറ്റാരോപിതർക്ക് പ്രതികൂലമായും അനുകൂലമായും, അതുപോലെ തന്നെ ഈ യുവതിക്ക് അനുകൂലമായും പ്രതികൂലമായും പലരും പല രീതിയിൽ ഇടപെട്ടു. പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ പുറത്തു വന്നു. നമ്മൾ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും പുറത്തു വന്നു. ഇതിൽ ആരോപണം ഉന്നയിച്ച പലരും, ചിലരൊന്നും ജീവിച്ചിരിപ്പില്ല. ചിലരൊക്കെ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമൂഹത്തിന്റെ ആ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തായാലും കേരളം ഒരുപാട് ചർച്ച ചെയ്ത കേസ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വിധി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിധി വന്ന ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യാം. അടച്ചിട്ട കോടതി മുറിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാദപ്രതിവാദങ്ങളും നടന്നു. ഇതിനിടയ്ക്ക് പൾസർ സുനിക്ക് ദീർഘകാലം ജയിലിൽ കടന്നതിന് ശേഷം ജാമ്യം കിട്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. എന്തായാലും PT തോമസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ആര് എന്നുള്ള ഒരു ചിന്ത, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു സ്വാധീനത്തിനും വഴങ്ങുന്ന ഒരു വ്യക്തിയല്ല. നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് വ്യക്തിപരമായി PT അറിയാം. അങ്ങനെ വഴങ്ങുന്ന വ്യക്തിയല്ല. കാരണം അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ പോലും അദ്ദേഹത്തെ ചവിട്ടി മതിച്ചിട്ടും അദ്ദേഹം അനങ്ങിയ മനുഷ്യനല്ല, അല്ലെങ്കിൽ ഒരു വിരൽ പോലും അനക്കി വിറച്ച മനുഷ്യനല്ല. അതിനെയും ധീരമായി നേരിട്ടതാണ്. PT തോമസിനെ അത്രയും ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അദ്ദേഹം അതൊക്കെ പിടിച്ചു നിന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ആരായാലും അതൊരു മണ്ടനാണ് എന്ന് നമുക്ക് ധരിക്കാൻ പറ്റും. അത് നല്ലതായാലും ചീത്തയായാലും വിധി വരട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാം.